സ്വയമുയർത്താൻ പേരുവളർത്താൻ ജഡമേറെ കൊതിക്കുമ്പോൾ, മണ്ണിൽ മാനം നേടുവാനായി മനസ്സാകെ വെമ്പുമ്പോൾ, കുരിശോളം താണദേവാ നിന്നെ മാത്രം ഞാൻ ധ്യാനിക്കും. വിശുദ്ധ യോഹന്നാൻ 7:18 സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവനോ സത്യവാനാകുന്നു. തൻ്റെ ആഴമായ ഉപദേശങ്ങളിൽ വിസ്മയഭരിതരായ യഹൂദന്മാരോടുള്ള യേശുവിൻ്റെ വാക്കുകളാണിത്. ഉപദേശകർ 2 തരത്തിലുണ്ടെന്ന് കർത്താവ് ഇവിടെ പറയുന്നു. ഒന്ന്, സ്വന്തം മഹത്വം അന്വേഷിക്കുന്നവർ. അവർ കർണാനന്ദകരമായി സംസാരിക്കുന്നവരാണ്, മാനവും മഹത്വവുമാണ് അവരുടെ ലക്ഷ്യം. 2, ദൈവമഹത്വം അന്വേഷിക്കുന്നവർ. സത്യവചനം കലർപ്പില്ലാതെ സംസാരിക്കുന്നവരാണവർ. പ്രിയമുള്ളവരെ, യേശുനാഥൻ ഈ വിഭാഗത്തിൽപ്പെട്ടയാളായിരുന്നു. നമുക്കും ചിന്തിക്കാം നാം ഏത് വിഭാഗത്തിലെന്ന്. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, സ്വയം ഉയർത്താനും ഉയരാനുമാണ് പലപ്പോഴും അടിയങ്ങളുടെ ആഗ്രഹം. എന്നാൽ ദൈവനാമം ഉയർത്തുന്നവരായി ജീവിക്കാൻ എന്നും അടിയങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.